പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവും സംഘർഷങ്ങളും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ കടുത്ത ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ഈ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കുന്നതിനായി അന്താരാഷ്ട്ര തലത്തിൽ നിരവധി ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന ഒരു പ്രധാന വാർത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നിൽ വെച്ച സമാധാന നിർദ്ദേശങ്ങളും അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇറാൻ മുന്നോട്ട് വെച്ച 5 കർശനമായ ഉപാധികളുമാണ്. ഇതിനു പുറമെ ലോകത്തെ ഏറ്റവും വലിയ 2 സാമ്പത്തിക ശക്തികളായ അമേരിക്കയും ചൈനയും തമ്മിൽ നടക്കാൻ പോകുന്ന നിർണായക ഉച്ചകോടിയും ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നു. നിലവിലെ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളെയും ആഗോള എണ്ണ വിതരണ ശൃംഖലയും ഇതെങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ ഭരണകൂടം ഇറാന് മുന്നിൽ 15 സമാധാന നിർദ്ദേശങ്ങളാണ് പ്രധാനമായും വെച്ചത്. ഇതിൽ ഏറ്റവും നിർണായകമായ 5 കാര്യങ്ങൾ നോക്കാം. ഇറാൻ അവരുടെ ആണവ പദ്ധതികൾ പൂർണ്ണമായും ഉപേക്ഷിക്കണം എന്നതാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യം. ഭാവിയിൽ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള യുറേനിയം സമ്പുഷ്ടീകരണം ഇനി പാടില്ല. ഇതിനോടകം തന്നെ 60% സമ്പുഷ്ടീകരിച്ചിട്ടുള്ള യുറേനിയം പൂർണ്ണമായും തിരികെ നൽകണം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അന്താരാഷ്ട്ര ഏജൻസികളുടെ കർശനമായ പരിശോധനകൾ അനുവദിക്കണം. ഭാവിയിൽ രഹസ്യമായി യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനാണിത്. ഇറാൻ സ്വന്തമായി നിർമ്മിക്കുന്ന മിസൈലുകളുടെ പരിധിക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. നിശ്ചിത ദൂരത്തിനപ്പുറം സഞ്ചരിക്കാൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലുകൾ നിർമ്മിക്കാൻ പാടില്ല. സായുധ സംഘങ്ങൾക്കുള്ള പിന്തുണ പിൻവലിക്കുക. ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ തുടങ്ങി പശ്ചിമേഷ്യയിൽ ഇറാൻ സാമ്പത്തികമായും സൈനികമായും പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങൾക്കുള്ള എല്ലാവിധ സഹായങ്ങളും അവസാനിപ്പിക്കണം. അവരുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കണം. ലോകത്തെ ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ സിരയായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സ്വതന്ത്രമായ സഞ്ചാരം, ഫ്രീ ഓയിൽ ഫ്ലോ ഉറപ്പാക്കണം. ഇതിൽ യാതൊരുവിധ തടസ്സങ്ങളും സൃഷ്ടിക്കാൻ പാടില്ല. അമേരിക്കയുടെ ഈ നിർദ്ദേശങ്ങൾക്ക് പിന്നിലെ പ്രധാന ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഇറാൻ ഭാവിയിൽ ഒരിക്കലും ഒരു ആണവശക്തിയായി മാറാതിരിക്കുക എന്നതാണ് ഇതിൽ പ്രധാനം. അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ഭയവും ഇറാന്റെ ആണവ പദ്ധതികളാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ ഇറാന്റെ ആധിപത്യം കുറയ്ക്കാനും ഇസ്രയേലിന് സുരക്ഷ ഉറപ്പാക്കാനും ആഗോള എണ്ണ വിപണിയിലെ തടസ്സങ്ങൾ നീക്കാനുമാണ് അമേരിക്ക ഈ നിർദ്ദേശങ്ങളിലൂടെ ശ്രമിക്കുന്നത്. അമേരിക്കയുടെ ഈ സമാധാന നിർദ്ദേശം വന്നയുടൻ തന്നെ ഇറാൻ അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഈ തീരുമാനത്തിന് പിന്നിൽ പ്രധാനമായും 4 കാരണങ്ങളാണുള്ളത്. തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷാ ചുമതല മറ്റാരുടെയെങ്കിലും കൈകളിൽ ഏൽപ്പിക്കാൻ കഴിയില്ലെന്നാണ് ഇറാന്റെ നിലപാട്. മിസൈൽ നിർമ്മാണത്തിലും ആണവ പദ്ധതികളിലും നിയന്ത്രണം കൊണ്ടുവരുന്നത് തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായി ഇറാൻ കാണുന്നു. അമേരിക്കയെ വിശ്വസിക്കാൻ കഴിയില്ലെന്നതാണ് ഇറാന്റെ പ്രധാന വാദം. 2015 ബരാക് ഒബാമയുടെ കാലത്ത് ഇറാനും ലോകരാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച ആണവ കരാറിൽ നിന്ന് 2018 ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി പിന്മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമതും പ്രസിഡന്റായി എത്തിയ ട്രംപ് ഭരണകൂടം നൽകുന്ന വാഗ്ദാനങ്ങളിൽ ഇറാന് യാതൊരു വിശ്വാസവുമില്ല. നിലവിൽ ഈ യുദ്ധത്തിൽ ഇറാൻ വളരെ ശക്തമായ ഒരു നിലയിലാണ് നിൽക്കുന്നത്. അവർ തുടർച്ചയായി മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നു. ഹോർമുസ് കടലിടുക്കിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. കൂടാതെ തങ്ങളുടെ സായുധ സംഘങ്ങളെ ഉപയോഗിച്ച് അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ നിരന്തരം വലിയ സമ്മർദ്ദം ചെലുത്തുന്നു. അമേരിക്ക ബാക്ക്ഫൂട്ടിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടതില്ല എന്നാണ് ഇറാൻ കരുതുന്നത്. പാശ്ചാത്യ ആധിപത്യത്തെയും ഇസ്രയേലിനെയും എതിർക്കുക എന്നതാണ് ഇറാന്റെ രാഷ്ട്രീയ വ്യവസ്ഥയുടെ തന്നെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ നിബന്ധനകൾ അംഗീകരിക്കുന്നത് തങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ പരാജയമായി അവർ കണക്കാക്കുന്നു. അമേരിക്കൻ നിർദ്ദേശങ്ങൾ തള്ളിയ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി സ്വന്തമായി 5 കർശന ഉപാധികൾ മുന്നോട്ട് വെച്ചു. ഇവ അംഗീകരിച്ചാൽ മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്നാണ് ഇറാന്റെ നിലപാട്. ഇറാന് നേരെ നടക്കുന്ന വ്യോമാക്രമണങ്ങളും ഇറാനിയൻ ഉദ്യോഗസ്ഥരെയും നേതാക്കളെയും ലക്ഷ്യം വെച്ചുള്ള കൊലപാതകങ്ങളും ഉടൻ അവസാനിപ്പിക്കണം. ഇറാനെ നിരന്തരം ആക്രമിക്കപ്പെടേണ്ട ഒരു ശത്രുവായി കാണാതെ ലോക ഭൂപടത്തിൽ നിയമാനുസൃതമായ ഒരു രാഷ്ട്രമായി അംഗീകരിക്കണം. ഭാവിയിൽ ഒരിക്കലും ഇറാന് നേരെ സൈനിക ആക്രമണം ഉണ്ടാകില്ലെന്ന് അമേരിക്കയും ഇസ്രയേലും ഐക്യരാഷ്ട്രസഭയും വ്യക്തമായ സുരക്ഷാ ഗ്യാരണ്ടി രേഖാമൂലം നൽകണം. എന്നാൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇത്തരം ഉറപ്പുകൾ പാലിക്കപ്പെടുക എന്നത് പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇസ്രയേലും അമേരിക്കയും നടത്തിയ ആക്രമണങ്ങളിൽ ഇറാനിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി പൗരന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിനെല്ലാം അമേരിക്ക വലിയൊരു തുക നഷ്ടപരിഹാരമായി നൽകണം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് അംഗീകരിക്കുക എന്നത് അസംഭവ്യമായ കാര്യമാണ്. കാരണം അത് തങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാകും. സഖ്യകക്ഷികൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുക. തങ്ങൾക്ക് മാത്രമല്ല, ലെബനനിലെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തങ്ങളുടെ എല്ലാ സഖ്യകക്ഷികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നു. തങ്ങളുടെ സഖ്യകക്ഷികളോടുള്ള കൂറ് കാണിക്കാനാണ് ഇറാൻ ഈ ഉപാധി പ്രധാനമായും ഉന്നയിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വിതരണ പാതയായ ഹോർമുസ് കടലിടുക്കിന്മേലുള്ള ഇറാന്റെ സ്വാഭാവിക നിയന്ത്രണം എല്ലാ രാജ്യങ്ങളും ഔദ്യോഗികമായി അംഗീകരിക്കണം എന്നതാണ് അവസാനത്തെ ഡിമാൻഡ്. ഇപ്പോൾ പറഞ്ഞ ഉപാധികളും സമാധാന ചർച്ചകളും കടലാസുകളിൽ നടക്കുമ്പോഴും മറുവശത്ത് യുദ്ധരംഗത്ത് ആക്രമണങ്ങൾ അതിരൂക്ഷമായി തുടരുകയാണ്. ഇറാൻ ഇപ്പോഴും അമേരിക്കൻ ഇസ്രായേൽ ലക്ഷ്യങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്.
ഉദാഹരണത്തിന് അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണ് നേരെ അടുത്തിടെ ഇറാൻ ആക്രമണം നടത്താൻ ശ്രമിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിനു പുറമെ അമേരിക്കയുടെ അത്യാധുനിക പോർവിമാനമായ F-18 ഫൈറ്റർ ജെറ്റ് തങ്ങൾ വെടിവെച്ചിട്ടതായി ഇറാൻ ഔദ്യോഗികമായി അവകാശപ്പെടുകയും അതിന്റെ ചില വീഡിയോകൾ പുറത്തുവിടുകയും ചെയ്തു. മുമ്പ് F-35 പോർവിമാനങ്ങളെക്കുറിച്ചും സമാനമായ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഈ അവകാശവാദങ്ങൾ അമേരിക്ക പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ്. ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ ഇനിയും സമയമെടുക്കുമെന്നാണ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിൽ ലോകം ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാന സംഭവമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വരാനിരിക്കുന്ന ചൈന സന്ദർശനം. മെയ് 14-15 തീയതികളിൽ ട്രംപ് ചൈന സന്ദർശിക്കുമെന്നും അവിടെ വെച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നിർണായക കൂടിക്കാഴ്ച നടത്തുമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കാരണം നേരത്തെ മാറ്റിവെക്കപ്പെട്ട ഈ സന്ദർശനം കേവലം ഒരു സാധാരണ ഔദ്യോഗിക യാത്രയല്ല. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള നിർണായകമായ ഒരു ഉച്ചകോടിയാണിത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ഇപ്പോൾ വലിയ പ്രാധാന്യമുണ്ട്. പശ്ചിമേഷ്യയിലെ അസ്ഥിരത, ഇറാൻ യുദ്ധം, ഹോർമുസ് കടലിടുക്കിലെ എണ്ണ വിതരണ തടസ്സങ്ങൾ എന്നിവ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന സമയമാണിത്. അമേരിക്കയ്ക്കും ചൈനയ്ക്കും തങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരത നിലനിർത്താൻ ക്രൂഡ് ഓയിൽ വിതരണം തടസ്സമില്ലാതെ നടക്കേണ്ടതുണ്ട്. ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ചൈന. ആഗോളതലത്തിൽ സാമ്പത്തിക മാന്ദ്യം, പണപ്പെരുപ്പം, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ, വ്യാപാരത്തിലെ അനിശ്ചിതത്വം എന്നിവ രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു ധാരണയിൽ എത്തേണ്ടത് ആഗോള വിപണിയുടെ സ്ഥിരതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ നിരന്തരം പോരടിക്കുമ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി നിശബ്ദമായി മാറുന്നത് ചൈനയാണ്. ആഗോള എണ്ണ വിതരണത്തിലെ തടസ്സങ്ങളെ ചൈന വളരെ തന്ത്രപരമായാണ് നേരിടുന്നത്. ഇതിനായി പ്രധാനമായും 3 തന്ത്രങ്ങളാണ് അവർ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ചൈനീസ് എണ്ണക്കപ്പലുകൾക്ക് അവിടെ യാതൊരു തടസ്സവുമില്ല എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ചൈനയും ഇറാനും തമ്മിലുള്ള മികച്ച നയതന്ത്ര ബന്ധം കാരണം ചൈനീസ് ടാങ്കറുകൾക്ക് സുരക്ഷിതമായി ഈ പാതയിലൂടെ കടന്നുപോകാൻ എപ്പോഴും അനുമതി ലഭിക്കുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ എണ്ണ ലഭിക്കാതെ ബുദ്ധിമുട്ടുമ്പോൾ ചൈനയ്ക്ക് തടസ്സമില്ലാതെ എണ്ണ ലഭിക്കുന്ന ഒരു പ്രിവിലേജ്ഡ് കോറിഡോറായി ഹോർമുസ് കടലിടുക്ക് മാറിയിരിക്കുന്നു. ഇന്ത്യക്കും ഈ പരിഗണന ലഭിക്കുന്നുണ്ടെന്ന് വാർത്തകൾ വന്നിരുന്നുവെങ്കിലും അത് പൂർണ്ണമായും ശരിയല്ല എന്ന് ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ വ്യക്തമാക്കിയിരുന്നു. സമുദ്രപാതകളെ മാത്രം ആശ്രയിക്കുന്നത് ഭാവിയിൽ സാമ്പത്തികമായി വലിയ അപകടമാണെന്ന് വളരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ ചൈന പൈപ്പ് ലൈനുകളിലൂടെ എണ്ണയും വാതകവും എത്തിക്കാനുള്ള വലിയ പദ്ധതികൾ ഇതിനോടകം ആവിഷ്കരിച്ചിട്ടുണ്ട്. റഷ്യയുമായി ബന്ധിപ്പിക്കുന്ന വലിയ പൈപ്പ് ലൈനുകൾ, കസഖ്സ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ തുടങ്ങിയ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പൈപ്പ് ലൈനുകൾ എന്നിവ വഴി ചൈന വൻതോതിൽ ഊർജം സുരക്ഷിതമായി സ്വന്തമാക്കുന്നുണ്ട്. ഇതിനു പുറമെ ഇന്ത്യയുടെ അയൽരാജ്യമായ മ്യാൻമർ വഴിയുള്ള എണ്ണ പൈപ്പ് ലൈനുകളും ചൈന സജീവമായി ഉപയോഗിക്കുന്നു. ഹോർമുസ് കടലിടുക്ക്, മലാക്ക കടലിടുക്ക് തുടങ്ങിയ നേവൽ ചോക്ക് പോയിന്റുകളെ ആശ്രയിക്കാതെയുള്ള ഈ കരമാർഗമുള്ള പൈപ്പ് ലൈനുകൾ ചൈനയ്ക്ക് ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ സുരക്ഷ നൽകുന്നു. അമേരിക്കൻ നാവികസേന വിചാരിച്ചാൽ പോലും കരയിലൂടെയുള്ള ഈ പൈപ്പ് ലൈനുകൾ തടയാൻ കഴിയില്ല. ഭൗമരാഷ്ട്രീയത്തിൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഗെയിം ചേഞ്ചറായി മാറിയിരിക്കുകയാണ്. ഈ യുദ്ധം ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി ബാധിക്കുന്നത് ദുബായ് ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളെയാണ്. യുദ്ധം യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രയേലും ഒരു വശത്തും ഇറാൻ മറുവശത്തുമായി നടക്കുമ്പോഴും ഇതിന്റെ വലിയ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നത് സാമ്പത്തികമായി വളർന്നുകൊണ്ടിരിക്കുന്ന അറബ് രാജ്യങ്ങളാണ്. തങ്ങളുടെ വ്യാപാരവും ടൂറിസവും വിദേശ നിക്ഷേപങ്ങളും തകരുന്ന സാഹചര്യത്തിൽ ഈ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാൻ അവർ ഡൊണാൾഡ് ട്രംപിന് മേൽ വലിയ രീതിയിലുള്ള നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. യുദ്ധം നിങ്ങളുടേതാണ്, പക്ഷേ ദുരിതം അനുഭവിക്കുന്നത് ഞങ്ങളാണ് എന്നതാണ് അവരുടെ നിലപാട്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ നിലവിലെ യുദ്ധം കേവലം 3-4 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല. ഇത് ആഗോള വിതരണത്തെയും ലോക സാമ്പത്തിക ക്രമത്തെയും പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോകുന്ന വലിയൊരു സംഭവമാണ്. അമേരിക്കയുടെ കർശനമായ സമാധാന നിർദ്ദേശങ്ങളും ഇറാന്റെ അതിലും കടുത്ത നിബന്ധനകളും സൂചിപ്പിക്കുന്നത് ഈ യുദ്ധം അത്ര വേഗം അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ്. ഈ സംഘർഷങ്ങളെ വളരെ ബുദ്ധിപരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആഗോള ഊർജ്ജ വിപണിയിലും ഭൗമരാഷ്ട്രീയത്തിലും തങ്ങളുടെ മേധാവിത്വം ശാശ്വതമായി ഉറപ്പിക്കുകയാണ് ചൈന ചെയ്യുന്നത്. അമേരിക്ക പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ മണലാരണ്യത്തിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ചൈന തങ്ങളുടെ സാമ്പത്തിക തന്ത്രപരമായ ലക്ഷ്യങ്ങളിലേക്ക് വളരെ വേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് 21-ാം നൂറ്റാണ്ടിലെ ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം.